നിയമവും നീതിയും. നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി നിയമവും നീതിയും. നമസ്കാരം. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ നിയമവും നീതിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നിയമവും നീതിയിൽ ചേരുന്നു കാഞ്ഞങ്ങാട് സബ് RTO ഓഫീസിലെ ഇൻസ്പെക്ടറായ വിജയൻ സാർ. സർ നമസ്കാരം. നമസ്കാരം സർ, ഇപ്പം നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാൽനടയാത്രക്കാർ തന്നെയാണ്. ധാരാളം അപകടങ്ങൾ കാൽനടയാത്രക്കാരെ കാത്ത് റോഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ കാൽനടയാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ റോഡപകടങ്ങളിൽ മരണപ്പെടുന്ന കാൽനടയാത്രക്കാരുടെ എണ്ണം 28% അതുകൊണ്ട് തന്നെ കാൽനടയാത്രക്കാർ അത്യന്തം ശ്രദ്ധയോടുകൂടി തന്നെ റോഡിലേക്ക് ഇറങ്ങണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഉദാഹരണത്തിന് നമ്മൾ റോഡിൽ നടക്കുമ്പോൾ, ശരിക്കും റോഡിൽ നടക്കാൻ വേണ്ടി പാടില്ല, റോഡ് അരികിൽ കൂടി നടക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് ഫുട്പാത്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി മാത്രം നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അരികിൽ ചെറിയ ഒരു ഹൈറ്റിൽ കെട്ടിയിട്ടുള്ള പ്രത്യേക നടപ്പാതയെയാണ് നമ്മൾ ഫുട്പാത്ത് എന്ന് വിളിക്കുന്നത്. ഫുട്പാത്ത് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ റോഡിൻ്റെ വലതുവശത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ചേർന്ന് തന്നെ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പം പല സാഹചര്യങ്ങളിലും റോഡിന് വലതുവശം ചേർന്ന് നടക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. കാരണം രണ്ടു വശത്തും കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഹൈവേയിൽ പലയിടത്തും കാണാറുണ്ട്. അതുപോലെ തന്നെ ഹൈവേയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ വെള്ള ലൈൻ റോഡിനോട് ചേർന്ന് വരച്ചിരിക്കുന്നത് കൊണ്ട് അതിലൂടെയും നടക്കാൻ സാധിക്കില്ല. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽനടയാത്രക്കാർക്ക് നടക്കാനുള്ള ഒരു വഴി നമുക്ക് മെയിൻ റോഡിലില്ല. അത് തന്നെയല്ലേ സത്യം? അതെ, ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. നമ്മൾ റോഡിൽ അരികിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന കുറ്റിക്കാടുകളൊക്കെ തന്നെ കാലാകാലങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ റിമൂവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു പോരായ്മയായിട്ട് തന്നെ സ്വയം വിമർശനപരമായിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റെടുക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുന്നതാണ് പിന്നീട് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. റോഡ് മുറിച്ച് കിടക്കാൻ കാൽനടയാത്രക്കാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് സീബ്ര ക്രോസിംഗ്. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അത് മാത്രം ഉപയോഗിച്ച് തന്നെ കാൽനടയാത്രക്കാർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കണം. മാത്രമല്ല, അതില്ലാത്ത സ്ഥലങ്ങളിലായാൽ പോലും ഇരുവശത്തുള്ള വാഹനങ്ങളെ കൃത്യമായി ഒരു 50 മീറ്റർ അകലത്തുനിന്നെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രം റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടായ അപകടങ്ങൾ കുറേ പരിശോധിക്കുമ്പോൾ ഈ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ തൊട്ട് മുന്നിൽ കൂടിയോ പിറകിൽ കൂടിയോ ഒരു കാരണവശാലും റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി പാടില്ല. കാരണം ഡ്രൈവർക്ക് ഒരു കാരണവശാലും അവർ തൊട്ട് മുന്നിൽ കൂടി ക്രോസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റില്ല. അതിന് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. ഡ്രൈവർ സീറ്റിലിരുന്ന് മുമ്പിലൂടെയോ കണ്ണാടിയിലൂടെയോ കാണാൻ പറ്റാത്ത ഇടങ്ങളാണ് റോഡിലെ ബ്ലൈൻഡ് സ്പോട്ട്. ഒരു കാരണവശാലും ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് കൂടിയിട്ട് നമ്മൾ ക്രോസ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഉദാഹരണത്തിന് വളവിൻ്റെ സൈഡിലൂടെയല്ല അല്ലെങ്കിൽ ഒരു കയറ്റത്തിൽ നിന്നെല്ലാം നമ്മൾ ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, വിശാലമായ റോഡ്, നമുക്കിപ്പോൾ വീതി കൂടിയ റോഡുണ്ടാവും. ഏറ്റവും വീതി കുറഞ്ഞ ഏറ്റവും ഷോർട്ട് കട്ടിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മൾ സീബ്ര ക്രോസിംഗ് ഇല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്ന് പറയാം. ട്രാഫിക് ഐലൻഡുകളിലെ നിറവ്യത്യാസങ്ങൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ട്രാഫിക് ലൈറ്റുകൾ 3 നിറങ്ങളിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു 4 റോഡുകൾ കൂടിയ ജംഗ്ഷനിൽ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി പറ്റും. അത് ചുവന്ന വെളിച്ചമാണ് പ്രകാശിക്കുന്നതെങ്കിൽ വാഹന ഡ്രൈവർമാർക്ക് നേരെയാണ് ലൈറ്റ് അടിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ആ സീബ്ര ലൈനിൻ്റെ തൊട്ട് പിറകിൽ വരച്ചിട്ടുള്ള സ്റ്റോപ്പ് ലൈനിൻ്റെ പിറകിൽ നിർത്തണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോപ്പ് ലൈൻ കടന്ന് അദ്ദേഹത്തിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാനുള്ള അധികാരം ഇല്ല. അതാണ് ചുവന്ന ലൈറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത് നമ്മൾ കാണും മഞ്ഞ ലൈറ്റ്. മഞ്ഞ ലൈറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്തതായി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് ആ മഞ്ഞ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുവന്ന കഴിഞ്ഞ ഉടനെ ഒരു മഞ്ഞ ലൈറ്റ് കണ്ടാൽ അതിനർത്ഥം ഇനി പച്ച ലൈറ്റാണ് വരാൻ വേണ്ടി പോകുന്നത്, അതിനുവേണ്ടി നിങ്ങൾ റെഡിയാവുക എന്നുള്ളതാണ്. പച്ച ലൈറ്റ് കണ്ടാൽ നമുക്കത് നേരിട്ട് തന്നെ കടന്നു പോകാമെന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റോഡിൽ കാണുന്ന ഇടവിട്ടുള്ള വെള്ളവരകൾ എന്താണ്? മാർക്കിംഗ് എന്ന് പറയും. പൊതുവെ റോഡിൽ കാണുന്ന വരകളെ നമ്മൾ റോഡ് മാർക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടും. റോഡിൽ പലതരത്തിലുള്ള മാർക്കിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീബ്ര ക്രോസിംഗ് റോഡിന് കുറുകെ വരക്കുന്ന ഇടവിട്ടുള്ള വെളുത്ത വരയാണ്. അതേപോലെ റോഡിന് നെടുകെ ഇടവിട്ടുള്ള വെളുത്ത വരകൾ കാണാം. അതൊരു ലൈൻ മാർക്കിംഗ് ആണ്. അതായത് റോഡിനെ രണ്ടായി ഭാഗിക്കുന്ന ഒരു ഭാഗം പോകാനും തിരിച്ചു വരാനുള്ള എന്ന് കാണിക്കുന്ന ലൈനാണ്. അത് മൾട്ടി ലൈൻ റോഡാണെങ്കിൽ, ഒരുപാട് ലൈനുകളുള്ള റോഡാണെങ്കിൽ ആ മാർക്കിംഗ് ഇതേപോലെ ഓരോ ലൈനിനെയും വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ ഇടവിട്ടുള്ള മാർക്കിംഗ് കണ്ടാൽ അത് റോഡിൻ്റെ മധ്യഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അത് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു ഡയറക്ഷനായിട്ടത് ഉപയോഗിക്കാവുന്നതാണ്. തുടർച്ചയായ വെളുത്ത വരയാണെങ്കിൽ ഒരു കാരണവശാലും
ആ റോഡിൻ്റെ ആ വെളുത്ത വരെ നമ്മൾ മറികടക്കാൻ വേണ്ടി പാടില്ല, മുറിച്ച് കടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അതിനർത്ഥമാക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള വെളുത്ത വര തന്നെ 2 എണ്ണം വരച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കൂടുതൽ ജാഗ്രതയോടെ പോകണമെന്ന് തന്നെയാണ്. 2 വശത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഒരു കാരണവശാലും ആ റോഡിൻ്റെ മധ്യവരകൾ മുറിച്ച് കടക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ലാഡർ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീഡിയനിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിന് മുന്നോടിയായി കാണുന്ന മാർക്കിംഗ് ആണ് ഏണി പോലുള്ള മാർക്കിംഗ്. ആ ഏണി പോലുള്ള മാർക്കിംഗ് നമുക്ക് അവിടെ ഒരു ഡിവൈഡർ വെക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ആ മാർക്കിംഗ് വെച്ചിട്ടുള്ളത്. ആ ഡിവൈഡറിൻ്റെ അതേ പ്രത്യേകതയാണ് അതിനുള്ളത്. ഒരു കാരണവശാലും ആ ഏണി പോലുള്ള മാർക്കിങ്ങിൽ നമ്മൾ കയറാൻ വേണ്ടി പാടില്ല. റോഡിൽ അപൂർവമായി കാണപ്പെടുന്ന സിക്സാഗ് വരകളുണ്ടല്ലോ, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സിക്സാഗ് വരകൾ അടുത്ത് ആയിട്ട് വന്ന വരകളാണ്. അത് നമ്മൾ കൂടുതൽ തിരക്ക് പിടിച്ച പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വളവുകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള വരകൾ കാണാം. അവിടെ എത്തുമ്പോൾ നമ്മുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ അത്യന്തം ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ വേഗത പരമാവധി കുറച്ച് ഓടിക്കണമെന്നാണ് ആ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MVDയുടെ ഡിജിറ്റൽ ഡോക്യുമെന്റ് സംവിധാനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പം നിലവിൽ എല്ലാ രേഖകളും നമുക്ക് ഡിജിറ്റൽ ഡോക്യുമെൻ്റായി സൂക്ഷിക്കാവുന്നതാണ്. മോട്ടോർ വാഹന നിയമം ഭേദഗതി ചെയ്തതിനു ശേഷം ഫിസിക്കൽ ഡോക്യുമെന്റ് നിർബന്ധമായും പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ കാണിക്കണമെന്നുള്ള നിബന്ധനയൊക്കെ ഒഴിവാക്കി ഡിജിറ്റലായിട്ടുള്ള ഡോക്യുമെന്റ് നമുക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ചെക്കിംഗ് ഉദ്യോഗസ്ഥനെ കാണിച്ചാൽ മതി എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ RC ബുക്കും അതേപോലെ തന്നെ ലൈസൻസുമാണ് പ്രധാനപ്പെട്ട രേഖകൾ. അതൊക്കെ നമുക്ക് ഡിജി ലോക്കറിലായാലും അതേപോലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രത്യേക ആപ്പായ M-പരിവാഹനിലായാലും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ആരെ വേണമെങ്കിലും നമുക്ക് ആധികാരികമായ രേഖയായി അത് കാണിക്കാവുന്നതാണ്. ഇനി വരും കാലങ്ങളിൽ നമ്മൾ ഹാർഡ് കോപ്പീസ് ഒന്നിൻ്റെയും കൈ കരുതണ്ട അല്ലേ? ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പുതിയ നമ്മുടെ സിസ്റ്റം പ്രകാരം നവംബർ 1 മുതൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് തന്നെ ഉപേക്ഷിച്ച ഒരു രീതിയിലേക്ക് മാറുകയാണ്. കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് ആണ് 1-ാം തീയതി മുതൽ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് കിട്ടുന്നത്. അത് നമ്മൾ ആവശ്യമെങ്കിൽ മാത്രം അതിൻ്റെ രേഖ അല്ലെങ്കിൽ ലൈസൻസ് നമുക്ക് അക്ഷയ വഴിയോ നമുക്ക് സ്വന്തമായോ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് ആ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ അത് സൂക്ഷിക്കാവുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. M-പരിവാഹന്റെ സവിശേഷതകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? M-പരിവാഹൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആവശ്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൈസൻസ് നമ്പറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്ത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ മൊബൈൽ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അത് ഉണ്ടായാലുള്ള പ്രത്യേകത നമുക്ക് കൃത്യമായി നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൽ സൂക്ഷിക്കാം, ലൈസൻസ് ഡീറ്റെയിൽസ് സൂക്ഷിക്കാം. നമ്മുടെ മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ തന്നെ ഡീറ്റെയിൽസ് അതിൽ സേവ് ചെയ്ത് വെക്കുന്നതിന് ഒരു തടസ്സവുമില്ല. മാത്രവുമല്ല നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ചലാനുകളുണ്ടോ എന്നോ കാര്യങ്ങളോ നമ്മുടെ ലൈസൻസ് സംബന്ധമായ എന്തെങ്കിലും സർവീസോ ഈ M-പരിവാഹൻ ആപ്പിൽ കൂടി തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണെന്ന് പ്രത്യേകതയാണ്. ചലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ കൂടെ തന്നെ അത് പേയ്മെൻറ്റ് നടത്താനുള്ള സംവിധാനവും അതിലൊരുക്കിയിട്ടുണ്ട്. M-പരിവാഹൻ ആപ്പ് എല്ലാവരും നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. M-പരിവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വാഹന ഉടമകൾക്ക് അക്ഷയ പോലെയുള്ള കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒഴിവാക്കാം അല്ലേ? നിർബന്ധമായും ഒഴിവാക്കാം. നമുക്ക് അത് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് M-പരിവാഹനിൽ കൂടി തന്നെ വാഹനത്തിൻ്റെ ട്രാൻസ്ഫർ ആയാലും അല്ലെങ്കിൽ ലൈസൻസിലെ അഡ്രസ്സ് മാറ്റാനായാലും ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാനായാലും ഒക്കെ തന്നെ അതിൽ കൂടി തന്നെ അപേക്ഷ നൽകാവുന്നതാണ്. സർ, വാഹനങ്ങളുടെ വേഗത എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? കേരളത്തിലെ വാഹനങ്ങളുടെ വേഗത ലിമിറ്റ്, വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്കാണ് ആ വേഗപരിധി നിശ്ചയിക്കാനുള്ള അധികാരം. അത് പ്രകാരം മോട്ടോർ വാഹനങ്ങളിൽ LMV ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഒരു വേഗത അല്ലെങ്കിൽ ഹെവി വാഹനങ്ങൾക്ക് ഒരു വേഗത എന്ന നിലയിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. മോട്ടോർ സൈക്കിളുണ്ടെങ്കിൽ 60 കിലോമീറ്റർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണെങ്കിൽ ഓരോ റോഡുകളിലും നാഷണൽ ഹൈവേയിലും സ്റ്റേറ്റ് ഹൈവേയിലും ഒക്കെ തന്നെ 90 കിലോമീറ്റർ 100 കിലോമീറ്റർ അങ്ങനെ വേഗം നിജപ്പെടുത്തിയിട്ടുണ്ട്. ആ വേഗതയിൽ കൂടുതൽ ഒരു കാരണവശാലും അത്തരം റോഡുകളിൽ പോകാൻ വേണ്ടി പാടില്ല. വേഗത ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേഗപരിധി ലംഘിച്ചുകൊണ്ട് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അതിനനുസരിച്ചുള്ള പിഴയും ശിക്ഷയും ഒക്കെ ലഭിക്കുന്നതാണ്. സാധാരണ LMVയുടെ വേഗപരിധി ലംഘിച്ച് ഒരു റോഡിൽ കൂടി സർവീസ് നടത്തിയാൽ ഓടിയാൽ ലഭിക്കുന്ന പരമാവധി ശിക്ഷ 1500 രൂപയുടെ പിഴയാണ്. LMV ഒഴികെയുള്ള മറ്റു വാഹനങ്ങൾക്ക് 3000 രൂപയാണ് വേഗപരിധി ലംഘിച്ചാലുള്ള ശിക്ഷ. അതുമാത്രമല്ല, വേഗപരിധി നമ്മൾ ഏത് വാഹനമായാലും സ്കൂള് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വേഗപരിധി 30 കിലോമീറ്ററായി നിജപ്പെടുത്തുന്നുണ്ട്. ഏത് തരം വാഹനമായാലും ഒരു വാഹനവും ആ റോഡിൻ്റെ ആ പരിധിക്കുള്ളിൽ 30 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ വേണ്ടി പാടില്ല എന്നും നിയമത്തിലുണ്ട്. പ്രധാനപ്പെട്ട ട്രാഫിക് സൈൻസ് ഏതൊക്കെയാണ്? പ്രധാനമായും 3 തരം ട്രാഫിക് സിഗ്നലുകളാണ് റോഡിൽ കാണുന്നത്. ഒന്ന് കോഷണറി സിഗ്നൽ എന്ന് പറയും. നിങ്ങൾക്ക് വാണിംഗ് നൽകുന്നവ, അത് കോഷണറി എന്ന പേരിൽ അറിയപ്പെടും. അത് ട്രയാങ്കിൾ രൂപത്തിലെടുക്കുന്ന അതിൻ്റെ ആകൃതി, അതിൽ വലത്തോട്ട് വളവുണ്ട്, ഇടത്തോട്ട് വളവുണ്ട്, അല്ലെങ്കിൽ നേരെ പോയാൽ ഇടുങ്ങിയ റോഡുണ്ട് എന്നൊക്കെ കാണുന്ന ഒരു കോഷണറി സൈനാണ് ഒന്നാമത്തെ തരം. രണ്ടാമത്തെ മാൻഡേറ്ററി സിഗ്നൽസ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ നിർബന്ധമായി നിങ്ങൾ പാലിക്കേണ്ട ചിഹ്നങ്ങളാണ്. അത് പാലിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക്
ശിക്ഷ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിർബന്ധമായും പാലിക്കേണ്ട ചിഹ്നം എന്ന് പറയുന്നത്. അത് റൗണ്ട് ആകൃതിയിൽ, വൃത്താകൃതിയിലാണ് അതിൻ്റെ ഷേപ്പ്. അതിനകത്ത് 30 കിലോമീറ്റർ എന്ന ഒരു റൗണ്ട് വരച്ചാൽ അതിൻ്റെ അർത്ഥം 30 കിലോമീറ്ററാണ് ആ റോഡിലെ വേഗപരിധി എന്നാണ്. ഒരു 4 ടൺ 40 എന്ന് എഴുതി മാർക്ക് ചെയ്താൽ അതിനർത്ഥം 4 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങൾക്ക് അതുവഴി പോകാൻ വേണ്ടി പാടില്ല. പിന്നെ ഓവർടേക്കിംഗ് നിരോധിത മേഖല, അങ്ങനെയുള്ള മാർക്കിംഗ് ആണ് ഈ നിർബന്ധിതമായും അല്ലെങ്കിൽ പാലിക്കേണ്ട ചിഹ്നം അല്ലെങ്കിൽ മാൻഡേറ്ററി ചിഹ്നം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ തരം മാർക്കിങ്ങുകൾ നമ്മൾ ഇൻഫർമേറ്ററി സൈൻസ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നവ. ഇപ്പോൾ നമുക്ക് പച്ച നിറത്തിൽ ചില ബോർഡുകൾ കാണാം. അത് നേരെ പോയാൽ കോഴിക്കോട് എത്തും അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് എത്തും എന്നൊക്കെ കാണിക്കുന്ന ഇൻഫർമേറ്ററി സയൻസ് ആണ് മൂന്നാമത്തെ തരം. ട്രയാങ്കിളിൻ്റെ അകത്ത് കോഷണറി, നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും റോഡ് പണി നടക്കുന്ന സ്ഥലത്തൊക്കെ വഴിതിരിഞ്ഞു പോവുക എന്ന തരത്തിൽ, ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ ഒക്കെ വർക്ക് നടക്കുന്നിടത്ത് ഡൈവേഷനൊക്കെ എഴുതിയിട്ടുള്ള മാർക്കിങ്ങും നമുക്ക് റോഡിൽ കാണാം. ലൈസൻസ് ഇല്ലാതെയുള്ള ഡ്രൈവിങ്ങിന്റെ ശിക്ഷ എന്തൊക്കെയാണ്? നമ്മൾ റോഡിൽ വാഹനം ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ അവരുടെ ഡ്രൈവർക്കും അതേപോലെ ഓണർക്കും പ്രത്യേക ശിക്ഷയാണ് നിയമത്തിലുള്ളത്. ഡ്രൈവർക്ക് 5000 രൂപ, ഓണർക്ക് 5000 രൂപ, അങ്ങനെ 10000 രൂപയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാലുള്ള നിലവിലുള്ള ശിക്ഷ. പ്രായപൂർത്തിയായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്കും ഈ ശിക്ഷ ബാധകമാണല്ലേ? പ്രായപൂർത്തിയായവർക്കാണ് ഇത് ബാധകം. പ്രായപൂർത്തിയാവാത്ത ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ് ജുവനൈൽ ഡ്രൈവിംഗ്, അത് പ്രത്യേക ശിക്ഷയാണ്. ഇത് മാത്രമല്ല അതിന് ശിക്ഷ. ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി ഒരു വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ, ഒന്ന് ആ RC ഓണർക്കോ അല്ലെങ്കിൽ ആ കുട്ടിക്കോ 25000 രൂപ പിഴ. നേരത്തെ പറഞ്ഞ പോലെ 10000 രൂപയാണ് ഒരു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ശിക്ഷ. ഇത് കുട്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് 25000 രൂപയാണ് പിഴ. കൂടാതെ ആ വാഹനത്തിൻ്റെ RC ബുക്ക് 1 വർഷം റദ്ദാക്കാനുള്ള നിയമവും അതിലുണ്ട്. അത് കൂടാതെ വാഹനത്തിൻ്റെ ഉടമയ്ക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവിനോ ആർക്കെങ്കിലും ഒരാൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന നിയമവും കൂടി ആ സെക്ഷനിൽ പറയുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി ഈ കുട്ടിക്ക് 25 വയസ്സ് വരെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെ നിന്നും ലേണേഴ്സ് ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസോ എടുക്കാൻ പറ്റാത്ത ഒരു ഡീബാറും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് മേഖലയിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതികൾ ഈ ശിക്ഷ വിധിക്കുന്നുണ്ട്. അതനുസരിച്ച് രക്ഷിതാക്കൾ ഞങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. കുട്ടിക്ക് 25 വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാതിരിക്കാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് സബ്-RT ഓഫീസുകളിലേക്ക് ഇങ്ങനെ കത്തായി ലഭിക്കുകയാണ്. അതിന് രക്ഷിതാക്കൾ വരുന്നുണ്ട് ഒരുപാട്. അതുകൊണ്ട് സൂക്ഷിക്കുക. കുട്ടി ഡ്രൈവർമാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. 25 വയസ്സ് വരെയാണ് ആ കുട്ടിക്ക് ലൈസൻസ് എടുക്കാനുള്ള യോഗ്യത ഇല്ലാതാവുന്നത്. ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ വാഹന ഉടമകളുടെ പെർമിഷനോടുകൂടി ആയിരിക്കില്ലല്ലോ കുട്ടികൾ വാഹനം കൊണ്ട് പോകുന്നത്. ആ സാഹചര്യത്തിലും ഇതേ ശിക്ഷാ നടപടികൾ തന്നെയായിരിക്കുമോ ഉണ്ടാകുന്നത്? ഇതേ ശിക്ഷ തന്നെയാണ്. പക്ഷേ കുട്ടി വാഹനം എടുക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കോടതി കണക്ക് കൂട്ടുന്നതാണ്. കുട്ടി അത് രക്ഷിതാവ് കൂടി അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള നിരീക്ഷണത്തിലാണ് ഇപ്പോഴൊക്കെ എല്ലാ വിധികളും നമ്മൾ കാണുന്നത്. അതിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റും എന്ന് തോന്നുന്നില്ല. അശ്രദ്ധമായ ഡ്രൈവിങ്ങിന് എന്താണ് ശിക്ഷ? പുതിയ 2019 അമെൻമെന്റിന് ശേഷം അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന പേരിൽ ഉള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അശ്രദ്ധമായ ഡ്രൈവിംഗിൽ വരുന്നത്, ഡേഞ്ചറസ് ഡ്രൈവിംഗിൽ വരുന്നത്? ഒന്ന്, നമ്മൾ മൊബൈൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യുക, അതേപോലെ നമ്മളെ വൺ വേ ട്രാഫിക്കിനെതിരായി വാഹനം ഓടിക്കുക, ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന പേരിൽ ഇപ്പോൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പിഴ കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ വലിയ തുക ശിക്ഷ നൽകേണ്ടി വരുമോ? തേർഡ് പാർട്ടി ഇൻഷുറൻസ് റിസ്ക് ആണോ? ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. നമ്മുടെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എങ്കിലും ഇല്ലാതെ ഒരു വാഹനവും റോഡിൽ ഇറക്കാൻ വേണ്ടി പാടില്ല. ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം നിരത്തിലിറങ്ങിയാൽ നിലവിൽ ആ വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പിടിച്ചെടുത്ത ആ വാഹനം സൂക്ഷിക്കുക, അതിനുശേഷം ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം മാത്രം പിഴയടച്ച് വിടുവാനാണ് ഇപ്പോൾ നിർദ്ദേശമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാലുള്ള പിഴ 2000 രൂപയാണ്. ശ്രദ്ധിക്കുക, ആ വാഹനത്തിന് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രമേ ആ വാഹനം റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമത്തിലുള്ളത്. അത് മാത്രമല്ല, ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിനൊരു തരത്തിലുള്ള പരിരക്ഷയും നിങ്ങൾക്ക് കിട്ടുകയില്ല. കോടതി വിധിക്കുന്ന അല്ലെങ്കിൽ MACT ക്ലെയിമിൽ വിധിക്കുന്ന പിഴ അല്ലെങ്കിൽ ശിക്ഷ എത്ര എമൗണ്ടാണോ വിധിക്കുന്നത് അതൊക്കെ ആ RC ഓണർ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പ്രത്യേകത. ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇൻഷുറൻസ് നമുക്കതെങ്ങനെ കളക്ട് ചെയ്യാൻ സാധിക്കും? ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മൾ ആദ്യം അത് ഒരു GD എൻട്രി ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്കത് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അത് ക്ലെയിം ചെയ്യാവുന്നതാണ്.
ക്ലെയിം ചെയ്താൽ അതിന് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അനുസരിച്ച് തേർഡ് പാർട്ടി ആണെങ്കിൽ ആ മൂന്നാമത്തെ പാർട്ടിക്ക് മാത്രമേ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടൂ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണെങ്കിൽ വാഹനത്തിനും ആ വാഹനത്തിലുള്ളവർക്കും ഒക്കെ തന്നെ അതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് കവറേജ് ഉണ്ടാവും. അത് നമുക്ക് MACT വഴി ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അല്ലെങ്കിൽ വാഹനം ഒരു വ്യക്തിനെ ഇടിച്ച് ഒക്കെ ഉണ്ടാകുന്ന പരിക്കുകളല്ലാതെ സ്വയം വാഹനം മറിയുക അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ ഇടിക്കുക, ഇത്തരം സാഹചര്യത്തിലും ആക്സിഡൻസ് ഉണ്ടാകാമല്ലോ. അപ്പം ഈ ഒരു പരിരക്ഷ ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കുമോ? തേർഡ് പാർട്ടി ആണെങ്കിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണെങ്കിൽ അതിനുള്ള സംരക്ഷണവും ഈ ഇൻഷുറൻസ് കവറേജിൽ ഉണ്ടാവുന്നതാണ്. പ്രത്യേകമായി ഒരു ഓണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് സെപ്പറേറ്റുള്ള ഇൻഷുറൻസും കൂടി ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ സഹയാത്രികരുമായി 2 വീലർ ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ എന്താണ്? ട്രിപ്പിൾ റൈഡിങ്ങിന് നിലവിലുള്ള ശിക്ഷ 1000 രൂപയാണ് പിഴ. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ ഡ്രൈവറുടെ ലൈസൻസ് വേണമെങ്കിൽ നമുക്ക് നിയമപരമായി തന്നെ സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ എന്തൊക്കെ നിയമ നടപടി നേരിടേണ്ടി വരും? മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ അംശം 100 മില്ലിയിൽ 30 മില്ലിഗ്രാം ഇതിൽ കൂടുതലായാൽ അത് കുറ്റമായിട്ടാണുള്ളത്. അതിന് കിട്ടുന്ന ശിക്ഷ ഇപ്പം നിലവിൽ 10,000 രൂപയാണ് കോടതി രേഖപ്പെടുത്തിയിട്ടുള്ള പിഴ. അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസം മുതൽ 1 വർഷം വരെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന പ്രത്യേകതരം ട്രെയിനിങ്, ഇപ്പോൾ മലപ്പുറത്തുള്ള IDTRൽ 5 ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിന് വിധേയമാകേണ്ടി വരും. അവർ 5 ദിവസം അവിടെ താമസിച്ച് അതിൻ്റെ ഫീസൊക്കെ കൊടുത്ത് ആ ട്രെയിനിങ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അതാണ് പുതിയ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. നമ്മുടെ വാഹനത്തിന്റെ ഹോൺ ശബ്ദിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് കുറ്റകരമായിട്ടുള്ളത്? ഒരു വാഹനത്തിന് നിർബന്ധമായും വേണ്ട ഒരു ഐറ്റമാണ് ഹോൺ. ഓരോ വാഹനത്തിനും അതിന് ഓരോ ഡെസിബൽ, ആ സൗണ്ടിന്റെ അളവ് നിയമപരമായി പറഞ്ഞിട്ടുണ്ട്. ആ ശബ്ദത്തിൽ അധികം ശബ്ദിക്കുന്ന ഹോൺ പിടിപ്പിക്കുന്നത് കുറ്റകരമാണ്. ഉദാഹരണത്തിന് മൾട്ടി ടോൺ ഹോൺ ഉണ്ട്, അതായത് എയറോൺ ഉണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഹോണുകളുണ്ട്. അതൊന്നും ഒരു വാഹനത്തിൽ ഘടിപ്പിക്കാൻ വേണ്ടി പാടില്ല. അത് സൗണ്ട് പൊല്യൂഷന്റെ പേരിൽ അതിന് 2000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. ഇപ്പോൾ പൊതുവാഹനങ്ങളിലൊക്കെ ഇരുന്ന്, എക്സാമ്പിളായിട്ട് ബസ്സൊക്കെ പോലുള്ള വാഹനങ്ങളില്ലേ, അതിലിരുന്ന് പുക വലിക്കുന്നത് തെറ്റാണോ? തെറ്റാണ്. പാസഞ്ചർ വാഹനങ്ങളിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. പാസഞ്ചർ വാഹനങ്ങളുടെ ഡ്രൈവർമാർ ഒരു കാരണവശാലും വാഹനം ഓടിക്കുന്ന സമയത്ത് പുകവലിക്കാൻ വേണ്ടി പാടില്ല. മാത്രമല്ല മറ്റു വാഹനങ്ങളിലും കാലാകാലങ്ങളിൽ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരുകളോ പുറപ്പെടുവിക്കുന്ന നിരോധന ഉത്തരവുകൾ, ഇപ്പോൾ പുകവലി പാടില്ല എന്നുള്ള ഉത്തരവുണ്ട്, അത് പാലിക്കാൻ എല്ലാ ഡ്രൈവർമാരും ബാധ്യസ്ഥരാണ്. അതായത് സ്വന്തം പ്രൈവറ്റ് വാഹനത്തിൽ മറ്റുള്ളവർ പുകവലിച്ചാൽ പോലും അത് ഡ്രൈവർ പാടില്ല എന്ന് വിലക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സുഹൃത്തുക്കളുടെയൊക്കെ വാഹനം ഉണ്ടാവുമല്ലോ, ആ വാഹനമൊക്കെ അവരറിയാതെ ഉപയോഗിക്കുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ വാഹനമുടമയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു വാഹനം എടുക്കുന്നത് കുറ്റകരമാണോ? അതെ, ഒരു വാഹനത്തിന്റെ ഉടമയുടെ പെർമിഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കുറ്റം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ആ വാഹനം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. അത് നിയമപരമായി തെറ്റാണ്. മാത്രമല്ല പ്രൈവറ്റ് വാഹനങ്ങളിൽ സുഹൃത്തുക്കളുടെ വാഹനമായാൽ പോലും ടാക്സിയായി ഓടുന്നത്, അതായത് പ്രൈവറ്റ് വാഹനം ടാക്സിയായി ഓടുന്നു, വാടക കൊടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനങ്ങൾ നൽകിയോ ഡീസലോ പെട്രോളോ അടിച്ചോ ഓടിക്കുന്നത് കുറ്റകരമാണ്. ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് 6 മാസം വരെ സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു വാഹനം ഒരാളെ ഇടിച്ച് അദ്ദേഹം മരണപ്പെട്ടാൽ 304A പോലുള്ള സെക്ഷൻ ഇട്ട് മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമായി. അതേപോലെ ഒരാളെ ഇടിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക്, എല്ല് അടക്കം പൊട്ടുന്ന കേസുകൾ ഉണ്ടായാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു വാഹനം ഉദ്യോഗസ്ഥൻ കൈകാണിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ ഡ്രൈവർ പുകവലിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. ഒരാളെ തട്ടിക്കൊണ്ടുപോയതായി തെളിഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ സംസാരിച്ച് വാഹനം ഓടിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. അങ്ങനെ 21ഓളം കാരണങ്ങൾ മോട്ടോർ വാഹന നിയമത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ട്. വാഹനം പൊളിക്കുന്ന അല്ലെങ്കിൽ സ്ക്രാബ് ചെയ്യുന്നതിന് എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ? ഉണ്ട്. നിലവിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ സമൂഹത്തിൽ കാണുന്നത്, നമ്മുടെ വാഹനം ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായാൽ നമ്മളത് തൂക്കി വെക്കും. ഒരു കാരണവശാലും അങ്ങനെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരു വാഹനം പൊളിച്ചു കളയാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ വാഹനത്തിൻ്റെ രേഖകൾ ഔദ്യോഗികമായി ഓഫീസിൽ സറണ്ടർ ചെയ്ത് വാഹനം കൃത്യമായി പൊളിച്ചാൽ മാത്രമേ ആ വാഹനത്തിൻ്റെ ക്യാൻസലാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരു വാഹനം പൊളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട RTO ഓഫീസിൽ ആ കാര്യം സൂചിപ്പിച്ചൊരു അപേക്ഷ, ഒരു കത്ത് നൽകുക. ആ കത്തിൽ ഇങ്ങനെ എൻ്റെ വാഹനം ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്, അത് പൊളിക്കാനുള്ള അനുവാദം തരാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയായിരിക്കണം. ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് അല്ലെങ്കിൽ ഫൈൻ ഇനത്തിൽ
ഒടുക്കാനുണ്ടെങ്കിൽ അത് ഒടുക്കുക. അതിനുശേഷം അവിടുത്തെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ അനുവാദത്തോടുകൂടി ആ വാഹനം പൊളിച്ച് അതിൻ്റെ ചേസിസ് നമ്പർ അടക്കം കട്ട് ചെയ്ത് അത് ഇൻസ്പെക്ടറെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം നൽകുന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ RC ബുക്ക് ക്യാൻസൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം ഒരാൾക്ക് തൂക്കി വെക്കാനോ ഒരു ആക്രി കടക്കാരന് കൊടുക്കാനോ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി RC ഉടമസ്ഥൻ എന്നതിൽ നിങ്ങൾ തന്നെയായിരിക്കും. മാത്രമല്ല ആ വാഹനം ഏതെങ്കിലും തലത്തിൽ ദുരുപയോഗം ചെയ്താൽ, ചേസിസ് നമ്പറെല്ലാം വെട്ടി കൊത്തി മാറ്റി പുതിയ നമ്പറൊക്കെ അടിച്ച് ദുരുപയോഗം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വവും RC ഓണർ എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും. വാഹനം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ വണ്ടി ഇന്ന് കൊല്ലം ഞാൻ വിറ്റു, അയാളുടെ പേരിലേക്ക് അത് മാറ്റിയിട്ടില്ല എന്നുള്ള പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല എൻക്വയറികളും നമ്മുടെ ഓഫീസുകളിലൊക്കെ വരുന്നുണ്ട്. വാഹനം ഒരു കാരണവശാലും നമുക്ക് ഔദ്യോഗികമായി ഓൺലൈനായി കൈമാറ്റം ചെയ്യപ്പെടാതെ കൊടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ സാധാരണ രീതിയിൽ വാഹന കൈമാറ്റ ഉടമ്പടിയിൽ ഒരു ഒപ്പിട്ടതുകൊണ്ടോ 29-30 എന്ന് പറയുന്ന ഫോമിൽ ഒപ്പിട്ടതുകൊണ്ടോ വാഹനം കൈമാറുന്നില്ല, വാഹനത്തിൻ്റെ RC ഓണർഷിപ്പ് മാറുന്നില്ല. നിയമപരമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പിഴയുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. പിഴയെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ അടക്കുക. അതിനുശേഷം അക്ഷയ വഴിയോ നിങ്ങൾ സ്വന്തമായോ ആ വാഹനം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ പേരിലേക്ക് മാറ്റാനുള്ള അപേക്ഷ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ആ അപേക്ഷ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ വണ്ടി വാങ്ങുന്ന ആളിൻ്റെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP സ്വീകരിച്ച് അദ്ദേഹം അതിൻ്റെ സൈൻ ചെയ്ത് ഫോം നമ്പർ 29-30 എന്ന രേഖകളിൽ രണ്ടുപേരും സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൈമാറ്റം നിയമപരമായി നടക്കും. അല്ലാതെ ഞാൻ വണ്ടി കൊടുത്ത് അദ്ദേഹം മാറ്റിക്കോളും എന്ന നിലയിൽ നിങ്ങൾ വണ്ടി ഒരു കാരണവശാലും ഒരാൾക്ക് കൈമാറാൻ വേണ്ടി പാടില്ല. അയാൾ മാറ്റാൻ തയ്യാറാവില്ല. എല്ലാ കുറ്റങ്ങളും എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ പേരിൽ തന്നെ തുടർന്നും ഉണ്ടാവുമെന്നുള്ളതാണ്. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ നിയമോനീതിയിൽ ഇന്ന് നമ്മളോട് റോഡിലിറങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റി, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായി പറഞ്ഞു തന്നത് കാഞ്ഞങ്ങാട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള വിജയൻ സാറാണ്. സർ, നന്ദി. താങ്ക് യു. നിയമവും നീതിയും. നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി നിയമവും നീതിയും. നീതി